സർ, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് റമദാൻ കാലമാണ്. പുണ്യമാസമാണ് അവരെ സംബന്ധിച്ച്. പക്ഷേ ഈ റംസാൻ കാലത്ത് മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് മിക്ക കടകളും അടഞ്ഞു കിടക്കുകയായിരിക്കും. ഇസ്ലാം മത വിശ്വാസികൾ നടത്തുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെയുള്ളവയൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. നമുക്കറിയാം, അവർ ആഹാര രീതിയിൽ വളരെ വലിയ ക്രമീകരണം നടത്തി നോമ്പ് നോക്കിയെടുക്കുന്ന ഒരു പുണ്യമാസം. പക്ഷേ ഈ രീതിയിൽ കടകൾ അടച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിശ്വാസം ആചരിക്കുന്നതിനെതിരെ ചില ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അല്ലെങ്കിൽ ഇത്തരത്തിൽ കടകൾ അടയ്ക്കുന്നതിൽ എന്തിനാണ് അല്ലെങ്കിൽ ഒരു എതിർപ്പ്? സി ഈ റമദാൻ എന്ന വിഷയം ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്രയും ജനങ്ങളിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഇത് മാറി വന്നത് എന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഒപ്പം ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, മുസ്ലിം പെൺകുട്ടികളുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അന്നൊന്നും ഈ റമദാൻ എന്താന്ന് അവർക്ക് പോലും അറിയില്ല. നിസ്കാരം എന്താണെന്ന് ഈ മുസ്ലിം കുട്ടികൾക്ക് പോലും അറിയില്ല. കാരണം ശരിയായ ഒരു ഭാരത സംസ്കാരം, മതേതരം എന്താണെന്ന് അപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്, നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒപ്പം പഠിക്കുന്ന ആ കുട്ടികള് നോമ്പാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിസ്കരിക്കാൻ പോവാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അതൊരു നോർമൽ ലൈഫായിരുന്നു. പിന്നീട് ഒരു 1995 ശേഷം 97 ശേഷമാണ് ഇവിടെ ഇങ്ങനെ കുറേശ്ശെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഈ ഓരോ കാര്യങ്ങളിലും, അതായത് നമ്മൾ റോട്ടിൽ കൂടെ, അന്നൊക്കെ റോട്ടിൽ കൂടെ ഈ എല്ലാവരും നടന്നു പോകുമ്പോൾ അത് ഒന്നും ആരാണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇന്ന് അതാണോ അവസ്ഥ? ഇന്ന് ഒരു മുസ്ലിം ആയ ആള് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. കാരണം അവരുടെ ആ വലിയൊരു മാറ്റം ഈ 1998 മുതൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ അവർ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവരെ തിരിച്ചറിയപ്പെടുന്നു. ഈ ഒരു വലിയ സംഭവം തന്നെയാണ് ഈ റമദാനും ഈ ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇത് ഭയങ്കര അന്നും മുസ്ലിം പെൺകുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ മാക്സിമം തലയിൽ അവരൊരു തട്ടിടും. ഈ തട്ടിടുന്നത് വടക്കേ ഇന്ത്യയിലെ എല്ലാവരും തട്ടിടും, തലയിൽ കവർ ചെയ്യും. സ്ത്രീകൾ മുഴുവൻ തലയിൽ കവർ ചെയ്യും. അത് മുസ്ലിമിന്റെ ഒരു ആചാരമൊന്നുമല്ല, തലയിൽ ആർക്കും തട്ടിടാം. പക്ഷേ ഇന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ വേറെ എടുത്തു കാണിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ ഭാരതത്തിലെ സംസ്കാരത്തിൽ തിരികെ കയറ്റി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ റമദാൻ സമയത്ത് ഈ നടക്കുന്ന ഈ അടച്ചിടൽ പരിപാടി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയണം. കാരണം ഈ നോമ്പ് എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിന് മാത്രമുള്ള ഒരു സംഭവമാണോ? ഈ 30 ദിവസം നോമ്പെടുക്കുന്ന ഓരോ മതത്തിനും അവർക്ക് ഓരോ ആചാരങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ട്. അത് കഴിഞ്ഞ് അവർ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ അറിയാലോ, നമുക്ക് പെസഹ വ്യാഴാഴ്ചയൊക്കെ അവരും 30 ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് ആ 30 ദിവസം കടന്നു പോകുന്നത്. ഇവിടെ ആരും അറിയാറില്ല. അറിയും, ആരറിയോ? ഈ കച്ചവടം നടത്തുന്നവർ. ആര്? ഈ നോൺ വെജിറ്റേറിയൻ, അതായത് ഫിഷും മീറ്റും കച്ചവടം ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതേമാതിരി ഹിന്ദുക്കൾക്ക് ഈ ശബരിമല സീസൺ വരുമ്പോൾ ഒരു 30 ദിവസം വളരെ ശക്തമായിട്ട് അവരും നോമ്പെടുക്കാറുണ്ട്. അതുമാതിരി തന്നെയുള്ളൂ ഇതും. അപ്പൊ ഈ 3 മതത്തിലുള്ളവരും നോമ്പെടുക്കുമ്പോൾ ഈ നോമ്പിനാണ് ഇത്ര പ്രത്യേകത? അത് മനസ്സിലാകുന്നില്ല എനിക്ക്. ഇവിടെ ഭരിക്കുന്നവൻ, അത് ആരായാലും മാറി മാറി ഭരിക്കുന്നവർ ഇവരുടെ നോമ്പിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു, അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നു. ഇനി ഇവർ നോമ്പെടുക്കുമ്പോൾ ക്രിസ്ത്യാനിയും നോമ്പെടുക്കുമ്പോൾ പലരും ഭക്ഷണം ത്യജിച്ച് നോമ്പെടുക്കാറുണ്ട്, വെജിറ്റേറിയൻ ആക്കി നോമ്പെടുക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യാറുണ്ട്. അത് ഇവരിലുണ്ട്, അതേമാതിരി ഹിന്ദുവിലും ഉണ്ട്. അപ്പോ
ഈ നോമ്പെടുക്കുമ്പോ അതൊരു വലിയ സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിലും പബ്ലിക് മീഡിയയിലും മാധ്യമങ്ങളിലും വലിയൊരു വിഷയമാക്കിയിട്ട് ഈ റമദാൻ ഒരു വലിയ സംഭവമാക്കിയിട്ട് ഇതിന് കാരണക്കാരൻ ഇവിടെ മാറി മാറി ഭരിച്ചവരാണ്. ഇനി ഈ നോമ്പ് അടിച്ചേൽപ്പിക്കുന്ന ഈ സംവിധാനം, അതിനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നോമ്പ് സമയത്ത് മലപ്പുറം ജില്ലയില് കംപ്ലീറ്റ് കടകൾ അടച്ചിടണം നിർബന്ധ. ഇതെവിടുത്തെ ന്യായം? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ്. ഒരു 7 കൊല്ലം മുന്നെയാണ് ഞാൻ ഫാമിലി ആയിട്ട് ബൈ ചാൻസ് കാലത്ത് ഒരു 8:30-9 മണിയാവുമ്പോ കാലിക്കറ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ അവിടെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞ് ഒരു 9:45-10 മണിയായി പുറത്തിറങ്ങി. അവിടെ ഡ്രൈവർ കാറിൽ കയറി. അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു ചായ കുടിക്കണം. അപ്പോഴാണ് ഡ്രൈവർ പറയുന്നത്, സാറേ ഇവിടെ ഒരു കടയും തുറക്കാൻ വഴിയില്ല ഇന്ന്. അതെന്താണ്? റമദാനാണ്. ഓ, അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ചായ കുടിക്കായിരുന്നു. അതൊരു വിഡിത്തരം പറ്റി. എന്നിട്ട് കാറിൽ കയറി ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയ റോഡിൽ ഇങ്ങനെ തീരുന്നിടത്ത് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കട അടച്ചു കിടക്കുക. അപ്പൊ ഒരു സാധാരണക്കാരൻ നിൽക്കുന്നുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, കാറ് നിർത്തിയിട്ട്, ഇവിടെ എവിടെയെങ്കിലും ഒരു ചായ കിട്ടുന്ന സ്ഥലം ഉണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, സാറ് ചായ കുടിക്കാൻ ഒരു വഴിയില്ല, നിങ്ങൾ വേഗം വണ്ടി വിട്ടോ, ഒന്നിനി പാലക്കാട് ജില്ലയ്ക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്കോ വേഗം എത്തിച്ചോ, അവിടുന്ന് കുടിക്കാനേ പറ്റുള്ളൂ, മലപ്പുറം ജില്ലയിൽ ഒരു കടകളും തുറക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ചായപ്പൊടി മാത്രമല്ല, വേറെ കടകളും തുറക്കില്ല. ഇതാണ് അവിടുത്തെ അന്നത്തെ അവസ്ഥ. ഇന്ന് ചില മാറ്റങ്ങൾ, ഈ കൂടുതൽ ക്രിറ്റിസൈസേഷനും സംസാരവും ചർച്ചകളൊക്കെ വന്നപ്പോൾ മറ്റുള്ള കടകളൊക്കെ കുറെയൊക്കെ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഫുഡ് കിട്ടുന്ന കടകൾ വളരെ ദുർലഭം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ. അങ്ങനെ ഞാൻ അയാളോട് സംസാരിച്ച് ഇന്ന് കാറ് വിടാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ഓടി വന്നു, സാറേ ഒരു കാര്യമുണ്ട്, ഒരു 1/2 കിലോമീറ്റർ മുമ്പ് ഇടത്ത് ഭാഗത്ത് ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെ ചിലപ്പോ സാറിന് ഫുഡ് കിട്ടും പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്, ഉണ്ടാക്കി പറയുന്നതല്ല. കാറ് പറഞ്ഞ മാതിരി കുറച്ച് അങ്ങോട്ട് പോയി വിളിക്കും, അവിടെ ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടേക്ക് വണ്ടി കയറ്റിയിട്ടു. നോക്കുമ്പോൾ റെസ്റ്റോറന്റ് ഉണ്ട്. ഞാനും ഫാമിലി അവിടെ പോയിരുന്നു. അപ്പൊ അയാള് എല്ലാ ഫുഡും ഉണ്ട്. ഒരു 10:30 സമയമാണ്, ഫുഡ് കഴിച്ചു. അപ്പൊ എനിക്ക് ഒരു ജോക്കിങ് തോന്നി. അതിന്റെ അപ്പുറത്ത് ഈ സ്റ്റാർ ഹോട്ടലിന് ബാർ ഉണ്ട്. അറിയാലോ ബാർ എന്താന്ന്. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എണീറ്റ് പോയി, ഫാമിലി അറിയാതെ ആ ബാറിന്റെ ഡോറിൽ പോയിട്ട് ഇങ്ങനെ അമർത്തി. അപ്പൊ ഈ ഡോർ അങ്ങോട്ട് തുറക്കുന്നില്ല. അപ്പൊ എനിക്ക് വാശി, ഇതിന്റെ ഉള്ളൊന്ന് കാണണമല്ലോ. അപ്പോ ഞാൻ വല്ലാതെ ശക്തിയിൽ അങ്ങോട്ട് അമർത്തിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് കൂടെ, സാറേ എന്താ വേണ്ടത്, സാറ് റെസ്റ്റോറന്റിൽ വന്നതല്ലേ, സാറിന് എന്തെങ്കിലും വേണമെങ്കിൽ റെസ്റ്റോറന്റിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാ, ക്രൗഡാണ് സാറേ. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് ഇതിന്റെ ഉള്ളൊന്ന് കാണണം, ഞാൻ അതിന് വന്നതാണ്, അല്ല ഇവിടുന്ന് ഒന്ന് കഴിക്കാൻ വന്നാൽ എനിക്ക് കാണണം പറഞ്ഞു. അപ്പൊ അയാള് ഡോർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, അത്രയും ക്രൗഡഡ് ആൾക്കാര് റമദാൻ സമയത്ത് ആ ഹോട്ടലിന്റെ ബാറിൽ ഞാൻ 10:45 കണ്ട സംഭവം. ഇത് ഞാൻ എൻ്റെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആലോചിച്ച് നോക്കണം, ഇവരുടെ ഈ കപട ഫുഡിനോടുള്ള അവരുടെ ആ ഒരു വഞ്ചന. ഞാൻ പുറത്തു വന്നു, ഫാമിലിയോട് പറഞ്ഞു, ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഫുഡ് ഓരോരുത്തരെ നോമ്പെടുക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കടകൾ നിർബന്ധമായിട്ട് അടപ്പിക്കുന്നത്. അപ്പോ ഈ കടകൾ നിർബന്ധമായ അടപ്പിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിയമം, ശരിയാ നിയമം ഇവിടെയും നടപ്പാക്കണം. അതാണല്ലോ ഈ കടകൾ അടപ്പിക്കുക എന്ന് പറഞ്ഞ. അപ്പൊ ആ ശരിയാ നിയമം ഇവിടെയും നടപ്പാക്കി അവരുടെ ഓരോ കാര്യങ്ങളും ഇവിടെ സാധിച്ചെടുക്കണം. അത് എളുപ്പമായിരിക്കും. അവർക്ക് പ്രഷർ ചെയ്ത് ഇവിടെ മാറി മാറി ഭരിക്കുന്ന സതീശന്മാരെയും പിണറായി വിജയന്മാരെ കൊണ്ടും അവർക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്ന ഒരു ചങ്കൂറ്റം, ഒരു 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 അവരുടെ മനസ്സിൽ ആ ഒരു തോന്നൽ കാരണമല്ലേ ഇന്നും അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ഓരോ വ്യക്തികളും ചെയ്യുന്ന കാര്യമാണ്. അത് സ്വന്തമായി ചെയ്താൽ പോരെ. അതെന്തിനാണ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്?
അതൊരു മതേതര രാജ്യത്ത്. എന്നാ ഇന്ന് കേട്ടോളൂ, ഇന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യയിൽ കടയടപ്പില്ല. അവിടെ ഉണ്ടായിരുന്ന അതൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. എല്ലാ മുസ്ലിം കൺട്രിയിലും വളരെ ദുർലഭം ആൾക്കാർ കടയിൽ ആളില്ലെങ്കിൽ ആ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആ കട അടച്ചിടുമെന്നല്ലാതെ ഇന്ന് നോമ്പെടുത്തുകൊണ്ട് ഹോട്ടൽ നടത്തുന്ന ആൾക്കാരെ സൗദി അറേബ്യയിലും മറ്റു ഗൾഫ് രാജ്യങ്ങളിലും കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ശക്തമായ നിയമരൂപത്തിൽ വസ്ത്രധാരണത്തിലും എല്ലാം കൂടിക്കൂടി വരുന്നത് ഇന്ന് കേരള സംസ്ഥാനത്തെ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതിനൊരു മാറ്റമുണ്ടാക്കുവാൻ മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന് വിവരമുണ്ട്, വിവേകമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം നരേന്ദ്രമോദിയുമായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾ ഇവിടെ നിന്ന് ഇല്ലാതാക്കിയാൽ തന്നെ ഈ കേരളം രക്ഷപ്പെടുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.